hour of prayer, sweet hour of prayer, may I thy consolation share, till from Mount Pisgah's lofty height I view my home and take my flight. This robe of flesh I'll drop and rise to seize the everlasting prize, and shout while passing through the air, farewell, farewell, sweet hour of prayer. Welcome to Kindergarten at Bethesda. I greet you all in the mighty name of our Lord and Savior Jesus Christ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. Jesus said, "You didn't choose me, I chose you. I appointed you to go and produce lovely fruit always, so that no matter what you ask for from the Father using my name, He will give it to you." The Gospel according to St. John, chapter 15, verse 16. Dear sisters and brothers in Christ, ഈ ഞായറാഴ്ച എക്യുമെനിക്കൽ സൺഡേ ആയി വിശുദ്ധ സഭ ആചരിക്കുകയാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ മാനവജാതിയോടുള്ള ആ മഹാസ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് വിശ്വാസ സമൂഹം അഥവാ വിവിധ സഭകൾ എങ്ങനെ ഐക്യതയിലായിരിക്കണം, സഭകളെല്ലാം എങ്ങനെ ഐകമത്യത്തോടെ നിലനിൽക്കണമെന്ന് ചിന്തിക്കുവാൻ ഈ എക്യുമെനിക്കൽ സൺഡേ നമ്മെ സഹായിക്കുന്നു. അതുപോലെ എക്യുമെനിസത്തിൻ്റെ പ്രസക്തി ഇക്കാലത്ത് എത്രമാത്രം വലുതാണ്, എത്രമാത്രം വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുവാൻ ഈ എക്യുമെനിക്കൽ സൺഡേ നമ്മെ സഹായിക്കണം. കാലാകാലങ്ങളിൽ വിവിധങ്ങളായ ജനപഥങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവിടെയെല്ലാം സഭകൾ ഉടലെടുക്കുകയാണ് ഉണ്ടായത്. ഇന്ന് നാം കാണുന്ന എല്ലാ സഭകളും അങ്ങനെ ഉടലെടുക്കപ്പെട്ടവയാണ്. എന്നാൽ ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ഏക വിശുദ്ധ സഭയെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, എങ്ങനെ പണിതെടുക്കുന്നു എന്ന് ചിന്തിക്കുവാൻ എക്യുമെനിക്കൽ സൺഡേ നമ്മെ സഹായിക്കുന്നു. ഐക്യത എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് എക്യുമെനിസം എന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ എന്തിനാണ് യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത്? നാം യേശുക്രിസ്തുവിനെ അല്ല തിരഞ്ഞെടുത്തത്, യേശുക്രിസ്തു നമ്മെയാണ് തിരഞ്ഞെടുത്തത്. നാം പോയി ഫലം കായ്ക്കണം,
ആ ഫലം നിലനിൽക്കുകയും വേണം. ഇവിടെ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എന്താണ് നാം പിതാവിനോട് അപേക്ഷിക്കേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ ആ നിത്യസ്നേഹം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? അവൻ വന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ ഫലമാണ് നാം മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ റിസൾട്ട് അവരെയും ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക. ഈ സ്നേഹം കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ, അവർ തങ്ങളുടെ പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് വന്ന് ദൈവകൃപയിൽ അവർ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി മാറുന്നു. അവർ ദൈവാനുരൂപരായി വളർന്നു വരുന്നു. അതാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഫലം, നിലനിൽക്കുന്ന ഫലം, സ്നേഹം. യേശു കാണിച്ച ആ സ്നേഹം, അത് നാം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കണം. യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കണം. ആ സ്നേഹത്തിലേക്ക് അവരെ ആകർഷിക്കണം. നിത്യനാശത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്കുള്ള വഴിയാണത്. അങ്ങനെ നിത്യജീവങ്കിലേക്ക് ജനത്തെ ചേർക്കുവാൻ, ജനത്തെ ആദായപ്പെടുത്തുവാൻ, അങ്ങനെയുള്ള ഫലം കായ്ക്കുവാൻ, ആ ഫലം എന്ന് നിലനിൽക്കുന്നതായി തീരുവാൻ. എന്ന് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവോളം നാം ഈ വേല ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. നശിച്ചു പോകുന്ന ജനതയെ അവരുടെ നിത്യനാശത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് അവരെ പിടിച്ചുകൊണ്ടുവരണം. ആ നിലനിൽക്കുന്ന ഫലം നാം കായ്ക്കുന്നവരാകണം. അത് സാധ്യമാകുന്നത് നമ്മുടെ പരസ്പര സ്നേഹം കണ്ടുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ആ സ്നേഹം, യേശുക്രിസ്തു പ്രധാനമായും ഇന്നത്തെ ഏവൻഗേലിയോൻ വായനാ ഭാഗത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അതാണ്. എക്യൂമെനിസം, സ്നേഹത്തിലൂടെ, അതാണ് ഇവിടെ നാം കാണുന്നത്. ആ കാര്യം നമ്മെ പഠിപ്പിക്കുവാനാണ് ഈ വേദഭാഗം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വേഴ്സ് 8 ഓൺവേർഡ്സ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തു തന്നെ ഉണ്ടായാലും സന്തോഷമില്ലെങ്കിൽ എന്താണ് പ്രയോജനം സഹോദരങ്ങളെ? ഈ ദൈവരാജ്യത്തിലെ സന്തോഷമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഇവിടെ പറയുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു.
യേശുക്രിസ്തുവിൻ്റെ മഹാസ്നേഹം നമ്മളെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നാം ഇനി ദാസന്മാരല്ല. ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. സാധാരണ ഒരു യജമാനൻ തൻ്റെ കാര്യങ്ങളൊന്നും ദാസന്മാരോട് പറയില്ല. അവർക്കതറിയില്ല. ഒരു വലിയ വിടവാണ് അവർ തമ്മിൽ. അതേസമയം യേശുക്രിസ്തുവിൻ്റെ ഈ മഹാസ്നേഹം നമ്മെ തൻ്റെ സ്നേഹിതന്മാരാക്കി തീർത്തു. ഇതാണ് സ്നേഹം. അപ്പോൾ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് സ്നേഹമാണ് ഏറ്റവും വലിയ ഔഷധമായിട്ട് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐക്യത ഉണ്ടാകുന്നത് സ്വയത്തെ മറന്ന് സ്നേഹിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവരുടെ കരിസ്മ അംഗീകരിക്കുക, ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ മാനിക്കുക, അവർക്ക് കൂടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇത് വിശദമാക്കുന്ന പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സസ് 23-30. ഇവിടെ നാം കാണുന്നത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ കൂടാരങ്ങളിലായിരുന്നുവല്ലോ താമസിച്ചിരുന്നത്. അവർ പാളയം അടിക്കുമ്പോൾ പാളയത്തിൻ്റെ നടുവിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. ഈ സമാഗമന കൂടാരത്തിലായിരുന്നു യഹോവയായ ദൈവം മോശയോട് സംസാരിച്ചിരുന്നത്. യഹോവ മോശയോട് കൽപ്പിക്കുന്നതൊക്കെയും മോശ ജനത്തെ അറിയിക്കുമായിരുന്നു. ദൈവവുമായി കൂടിക്കാണുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഒരിടമായിരുന്നു സമാഗമന കൂടാരം. ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ദിവസം യഹോവ മോശയോട് പറയുകയാണ്, മോശേ, നീ തന്നെ ഇത്രയും ജനത്തിൻ്റെ ഭാരം വഹിക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യുവാൻ പോവുകയാണ്. ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. അങ്ങനെ ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും മോശ നിർത്തി. ഇവിടെ ഒരു സംഭവം നടന്നു. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റിലും നിന്നവർ 68 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർ, അതായത് എൽദാദും മേദാദും, അവർ പാളയത്തിൽ തന്നെയായിരുന്നു. പക്ഷേ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, മോശയുടെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. നൂന്റെ മകനായ യോശുവ ഓടി വന്ന് മോശയോട് പറയുകയാണ്, മോശേ, കൂടാരത്തിൽ ഇരിക്കുന്ന എൽദാദും മേദാദും അവർ പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു. അതുകൊണ്ട് എൻ്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവാവിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. മോശയുടെ വിശ്വസ്ത ഭൃത്യനായിരുന്നു ഈ യോശുവ. യോശുവാവെന്ന് പറയുകയാണ്, സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും നിന്ന ആൾക്കാർ പ്രവചിക്കുന്നത് പോലെ തന്നെ പാളയത്തിൽ എൽദാദും മേദാദും പ്രവചിക്കുന്നു. അതുകൊണ്ട് യജമാനനായ മോശയെ അവരെ നീ വിലക്കണമേ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവമാണ് തൻ്റെ ജനങ്ങൾക്ക് കൃപാവരങ്ങൾ നൽകുന്നത്. 70 മൂപ്പന്മാരെ നിയമിക്കുവാൻ യഹോവയാണ് മോശയോട് പറഞ്ഞത്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അവരുടെ മേൽ
മോശയുടെ ആത്മാവിൽ കുറേ എടുത്ത് പകരുമ്പോൾ ദൈവമാണത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 70 പേരുടെ മേലും യഹോവയായ ദൈവം ആത്മാവിനെ പകർന്നു. അവർ എല്ലാവരും പ്രവചിച്ചു. കാരണം അവരെ ശരിക്കും അറിയാവുന്നത് ദൈവത്തിനാണ്. അതുപോലെ സഭകളിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ, ഇന്ന സഭയിലെ ആൾക്കാർക്ക് കൂടുതൽ കൃപാവരമുണ്ട്, മറ്റ് സഭകളിലില്ല, അതുകൊണ്ട് നമ്മുടെ കൂടെ കൂട്ടുവാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. തൻ്റെ ജനത്തെ നയിക്കേണ്ടതിന് ദൈവമാണ് ഇടയന്മാരെ നിയമിക്കുന്നത്. പ്രവാചകന്മാരെ, ഇടയന്മാരെ, അപ്പോസ്തലന്മാരെ, സുവിശേഷകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ഇവരെല്ലാം നിയമിക്കുന്നത് ദൈവമാണ്. കാരണം ഈ ജനം ദൈവത്തിൻ്റേതാണ്. ദൈവമാണ് എല്ലാവർക്കും നയിക്കുവാനുള്ള ശക്തിയും കൃപയും കൃപാവരങ്ങളും എല്ലാം നൽകുന്നത്. അത് നമുക്ക് ചോദ്യം ചെയ്യേണ്ട അവകാശമില്ല. എക്യൂമിനിസത്തിന് ഇതൊന്നും തടസ്സമാകേണ്ട കാര്യമില്ല. എല്ലാവരും കൂടെ കൂടിച്ചേരുമ്പോഴാണ് എക്യൂമിനിസം സാധ്യമാകുന്നത്. കാരണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ജനത്തിനെ നയിക്കുവാൻ ഇത് ആവശ്യമാണ്. മനുഷ്യരുടെ അഭിപ്രായമൊന്നും അവിടെ വിലപ്പോകുകയില്ല. മനുഷ്യർ അഭിപ്രായം പറയുവാൻ മുതിരേണ്ട കാര്യമില്ല. മനുഷ്യർ തമ്മിലുള്ള വേർതിരിവുകളെ മാറ്റുവാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഐക്യതയുണ്ടാകുകയുള്ളൂ എന്ന് വെളിവാക്കുന്ന അടുത്ത വേദഭാഗമാണ് 1 Corinthians chapter 3 verses 1-9. ഇവിടെ വിശുദ്ധനായ പൗലോസ് വളരെ നിരാശയോടെയാണ് സംസാരിക്കുന്നത്. പൗലോസ് പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ അന്ന് നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ആദ്യം നിങ്ങളോട് ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ നിങ്ങളന്ന് ബിഗിനേഴ്സായിരുന്നു. വിശ്വാസത്തിൻ്റെ ലളിതമായ പാഠങ്ങളാണ് അന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, കാരണം ഭക്ഷിപ്പാൻ അന്ന് നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, നിങ്ങൾ തുടക്കക്കാർ മാത്രമായിരുന്നു. പക്ഷേ ഇത്രയും വർഷമായിട്ടും അല്ലെങ്കിൽ കാലമേറെ കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ആ പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ തന്നെയാണ് വർത്തിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഒട്ടും വളർന്നിട്ടില്ല. അതാണ് പൗലോസിൻ്റെ കംപ്ലൈൻറ്റ്. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങൾ ആത്മീകരായിട്ടില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷമനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇതാണ്. കാരണം ഈർഷ്യയും പിണക്കവും എവിടെയുണ്ടോ അവിടെ സഭ വളർന്നിട്ടില്ല. ഇപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ്. അതായത് അവർ ആത്മീകരായിട്ടില്ല, ജഡീക അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു, പ്രാകൃതന്മാരായിരിക്കുന്നു. അവർ പറയും, ഞാൻ ഇന്നാരുടെ പക്ഷമാണ്, ഞാൻ മറ്റുള്ളവരുടെ പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ആണിരിക്കുന്നത്. അവർ ജഡീകന്മാരാണ്, ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരാണ്. അതായത് ഒട്ടും അവർ ആത്മാവിൽ ശക്തി പ്രാപിച്ചിട്ടില്ല, ക്രിസ്തുവിൽ വിശ്വാസത്തിൽ അവർ വളർന്നിട്ടില്ല എന്നർത്ഥം. പൗലോസ് പറയുകയാണ്, ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? സാധാരണ മനുഷ്യരാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ സാധാരണ മനുഷ്യരാകാനല്ല ഞാൻ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾക്ക് തന്നത്. ക്രിസ്തു ആരാണ്? ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ വളരണം, ആത്മീകരാകണം. പക്ഷെ നിങ്ങൾ ഒട്ടും വളർന്നിട്ടില്ല.
ഇപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ് നിങ്ങൾ വർത്തിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഒക്കെയാണ് ഉള്ളത്. ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്ന് നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, അപ്പല്ലോസ് ആര്, പൗലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ ഞങ്ങൾ. പൗലോസും അപ്പല്ലോസും ഒക്കെ ആരാണ്? ദൈവം നിങ്ങളുടെ മേലാക്കി വെച്ച ശുശ്രൂഷക്കാരാണ്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ വിശ്വാസത്തിൽ വളരുവാൻ നമ്മെ തന്നെ ഉത്സാഹിപ്പിക്കണം. നാം അതിൽ വളരണമെന്ന് നമുക്ക് തന്നെ ആഗ്രഹം വേണം. നാമാണ് വളരേണ്ടത്. അങ്ങനെ നാം ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. വളരുമാറാക്കുന്നവൻ ദൈവമാണ്. എനിക്ക് പാല് തന്നെ മതി, പാല് കുടിച്ചുകൊണ്ട് ഞാനിവിടെ ഇരുന്നോളാം എന്ന് ഒരുവൻ പറയുന്നുവെങ്കിൽ അവൻ എന്നും ശിശുവിനെ പോലെ തന്നെ ഇരിക്കും. പൗലോസിൻ്റെ കംപ്ലൈൻ്റാണ് ജനത്തോട്, നിങ്ങൾ ഇന്നും ജഡികന്മാരാണ്, ഒട്ടും ആത്മീകരല്ല. ഇപ്പോൾ സഭകളുടെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ അവസ്ഥയാണ്, വളർച്ചയില്ലാത്ത അവസ്ഥ. ഞാൻ ഇന്നാരുടെ സഭയാണ്, ഇന്നാരുടെ പക്ഷക്കാരനാണ്, ഞങ്ങളുടെ ശുശ്രൂഷകൻ ഇന്നാരാണ്, ഞങ്ങളുടെ നേതാവ് ഇന്നാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളുടെ മേൽ ആക്കി വെച്ച ആൾക്കാരെ വലിയവരായി കണ്ടുകൊണ്ട് ഞാൻ ഇന്നാരുടെ പക്ഷക്കാർ, ഞാൻ മറ്റവരുടെ പക്ഷക്കാർ, ഇങ്ങനെ പക്ഷം പിടിക്കുകയാണ്. ദൈവം അത് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. കാരണം ഇവരൊക്കെയും തൻ്റെ ജനത്തിനു മേൽ, കാരണം ഈ ജനം ദൈവത്തിൻ്റെയാണ്, ഈ ആടുകൾ ദൈവത്തിൻ്റെ ആടുകളാണ്, ഈ ആടുകളുടെ മേൽ ദൈവമാക്കി വെച്ച ശുശ്രൂഷക്കാരാണ് അവർ. നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ അവർ. അതുകൊണ്ട് വളരുമാറാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം വിശ്വാസത്തിൽ വളരുവാൻ ശ്രമിക്കണം. നാം ആത്മീകരായി വളരണം. ഈർഷ്യയും പിണക്കവും അല്ലെങ്കിൽ പക്ഷം പിടിക്കലും ഒക്കെയും അത് ജഡീക സ്വഭാവമാണ്, ആത്മീക സ്വഭാവമല്ല. നിങ്ങൾ ഒട്ടും തന്നെ വളർന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. യേശുക്രിസ്തു നമ്മോട് കാണിച്ച സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതിലൂടെ ഐക്യതയുണ്ടാകുന്നു. അതുപോലെ ഏതടിസ്ഥാനത്തിലാണ് എക്യുമെനിസം സാധ്യമാകുന്നത്? ഇവ വിശദമാക്കുന്ന വേദഭാഗമാണ് അടുത്തത്. The book of Ephesians chapter 4 verses 1 to 16. പൗലോസ് ശ്ലീഹ പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. ഏതാണ് ഈ ഏക പ്രത്യാശ? നിത്യജീവൻ എന്ന പ്രത്യാശ, നിത്യരാജ്യത്തിലെ നിത്യജീവൻ എന്ന അവകാശം. ശരീരമൊന്ന്,
യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരു ശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭ. ആത്മാവെന്ന് ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. കർത്താവ് ഒരുവൻ, യേശുക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമാണ് നമുക്കുള്ളത്. വിശ്വാസമെന്ന് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. സ്നാനമെന്ന് യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റ സ്നാനമാണ്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് എക്യുമെനിസത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? യേശുക്രിസ്തു ഭൂമിയിൽ ജഡധാരണം ചെയ്ത് വന്നതാണ് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത്. അതുപോലെ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിക്കുന്നതാണ്. അവൻ ജയാളിയായി നാം പാപത്തിലും മരണത്തിനും പിശാചിനും അടിമകളായിരുന്ന നമ്മെ വിടുവിച്ചു. അതെല്ലാം ശത്രുവിനെ അവൻ ബദ്ധരാക്കി നമ്മെ വിടുവിച്ചു. അങ്ങനെ അവൻ സ്വർഗാരോഹണം ചെയ്തു, ഉയരത്തിൽ കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ കൊടുത്ത ദാനമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. യേശുക്രിസ്തു തന്ന ദാനമാണിത്, സഭയുടെ വളർച്ച. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയാണ് യേശുക്രിസ്തു സാധ്യമാക്കിയത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ തലയോളമുള്ള ആ വളർച്ച സാധ്യമാക്കി തരികയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ പ്രവൃത്തിയിലൂടെ അവൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് സാധ്യമാക്കി നമുക്ക് തന്ന ദാനമാണത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇത് നമുക്ക് സാധ്യമാക്കി തീർത്തത് കർത്താവിൻ്റെ രക്ഷണ പ്രവൃത്തിയാണ് സഹോദരങ്ങളെ. ഇവിടെ വേഴ്സ് 8 ഒന്നുകൂടെ വായിച്ചാൽ, The psalmist tells about this, for he says that when Christ returned triumphantly to heaven after his resurrection and victory over Satan, he gave generous gifts to men. Notice that it says he returned to heaven. This means that he had first come down from the heights of heaven, far down to the lowest parts of the earth. The same one who came down is the one who went back up, that he might fill all things everywhere with himself, from the very lowest to the very highest. Some of us have been given special ability as apostles. To others he has given the gift of being able to preach well.
Some have special ability in winning people to Christ, helping them to trust Him as their Savior. Still others have a gift for caring for God's people as a shepherd does his sheep, leading and teaching them in the ways of God. ഇതെല്ലാം സാധ്യമാക്കി തീർത്തത് കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയാണ്. എന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുമാറ് അവൻ ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു. എന്താണ് എക്യുമെനിസത്തിൻ്റെ പ്രസക്തി? കർത്താവ് തൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നതാണ് പരമസത്യം. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം, അനാദികാലം മുതൽ ദൈവജനത്തെയും ക്രിസ്തുവിൻ്റെ സഭയെയും തച്ചുടയ്ക്കുവാൻ പൈശാചിക ശക്തികൾ മറ്റു മനുഷ്യരിൽ കൂടെ അക്ഷീണ പരിശ്രമം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെതിരെ സഭകൾ ഒന്നടങ്കം പോരാടണം, പ്രതികരിക്കണം, സദാ ജാഗരൂകരായിരിക്കണം. നാം പാർക്കുന്ന ഈ ഇന്ത്യയിൽ തന്നെ മണിപ്പൂർ സംസ്ഥാനത്ത് ക്രിസ്തുവിശ്വാസികൾക്ക് നേരെ നടന്ന അക്രമം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ലോകം മുഴുവൻ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ്. അനേകായിരം ക്രിസ്തുവിശ്വാസികളാണ് കൊല ചെയ്യപ്പെട്ടത്, അഗ്നിക്ക് ഇരയാക്കപ്പെട്ടത്. മണിപ്പൂർ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ക്രിസ്തുവിശ്വാസികൾ യാതൊരു കാരണവുമില്ലാതെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയപ്പെടുകയാണ്. അനേക ആയിരങ്ങളാണ് ജയിലിലടയ്ക്കപ്പെടുന്നത്. കള്ളക്കേസുകളും വ്യാജങ്ങളും പരത്തിക്കൊണ്ട് അവരെ ജയിലിലടയ്ക്കുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്. പലരും കൊല ചെയ്യപ്പെടുന്നു. അനേകായിരം ആരാധനാലയങ്ങളാണ് തച്ചുടയ്ക്കപ്പെടുന്നത്, അഗ്നിക്കിരയാക്കപ്പെടുന്നത്. അനേകായിരങ്ങളുടെ സമ്പത്തുകളാണ് അപഹരിക്കപ്പെടുന്നത്. അനേകം സ്ത്രീകൾ വിധവന്മാരാക്കപ്പെടുന്നു. അനേകം കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു. അനേകായിരങ്ങൾ അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെടുന്നു. ഇതെല്ലാം ഈ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇതിനെപ്പറ്റി സഭകൾ ബോധവാന്മാരാകണം. വഞ്ചനയും ചതിവും മൂലം ദൈവജനത്തെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ വ്യാപാരം അത് മനസ്സിലാക്കണം. അത് ജനത്തെ പഠിപ്പിക്കണം. അതുപോലെ പൈശാചികൻ തൻ്റെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം മനുഷ്യരെ ദൈവജനത്തിനെതിരായി തിരിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. ഇസ്രായേലിനോടും പുതിയ നിയമ ഇസ്രായേലായ ക്രിസ്തു സഭയോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനതതി പിശാചിനാൽ പ്രേരിതരായി അവരുടെ വേല ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ മുഖമുദ്രയാണ് വ്യാജം പറയുക, ഫോഷ്ക്, വഞ്ചന, ക്രൂരത, കൊലപാതകം. അതുകൊണ്ട് എക്യൂമിനിസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭകളെ ആഹ്വാനം ചെയ്യണം. എക്യൂമിനിസം ഈസ് ഫോർ പ്രേയിങ് ടുഗദർ. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന് നമ്മുടെ കർത്താവ് തന്നെ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കീപ് വാച്ച് ആൻഡ് പ്രേ. Matthew chapter 26 verse 41. Stay alert, be in prayer, so you don't wander into temptation without even knowing you are in danger.
Again, Matthew 24:42-44. Therefore, keep watch, because you do not know on what day your Lord will come. സഭകൾ ഒന്നടങ്കം ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ കർത്താവ് ഏത് നാഴിക വരുന്നുവെന്ന് നാം അറിയുന്നില്ല. പൈശാചിക ശക്തികളോട് എതിരിടുവാനും അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയും ഉണർന്നും ജാഗരിച്ചും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഈ വചനങ്ങൾ സഭകൾക്ക് ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിജിലൻ്റ് ആയിരിക്കുന്ന അനുഭവം. ഒന്ന്, ദുഷ്ടാത്മശക്തികൾക്ക് എതിരെ പ്രതികരിക്കുവാൻ വിജിലൻ്റ് ആയിരിക്കുക. അതുപോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. എക്യൂമിനിസത്തിന് സാധിക്കേണ്ടത് ഇതാണ്. അതുപോലെ ടീച്ചിങ് ഇൻ ദ ചർച്ച്, പ്രാർത്ഥിക്കുവാനായി സഭകളിൽ പഠിപ്പിക്കുക. സംഭവിക്കുവാൻ പോകുന്ന കെണികൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കെണി, റൈറ്റിങ്സ് ഓൺ ദ വാൾ, അതിനെപ്പറ്റി ബോധവാന്മാരാകണം. ഒന്ന്, വിശുദ്ധന്മാർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ സഭകൾക്ക് ആഹ്വാനം ചെയ്യാം. Ephesians 6:18, praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for all the saints. സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സഭകൾക്ക് ആഹ്വാനം ചെയ്യാം. രണ്ടാമതായി, tell people to set their mind on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ സഭകൾക്ക് വിശ്വാസികളെ പഠിപ്പിക്കാം. കാരണം സമാധാനം അവിടെയാണ് ലഭിക്കുന്നത്. പൈശാചികൻ പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ കൊല്ലും കൊലയും തീവെപ്പും തലവെട്ടും ഒക്കെയുള്ള ഈ ലോകത്തിൽ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ജനത്തെ പഠിപ്പിക്കാം, അവരെ അതിന് ആഹ്വാനം ചെയ്യാം. മൂന്നാമതായി, ഞാൻ ആരംഭത്തിൽ പാടിയതുപോലെ നാം പ്രാർത്ഥിക്കേണ്ടത് ആപൽ ദുഃഖകാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനാണ്, സാത്താൻ്റെ കെണിയിൽ വീഴാതിരിക്കുവാനാണ്. കർത്താവിൻ്റെ വചനത്തെ, അവൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും നാം അതിൽ കാക്കപ്പെടുവാനുമാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകനായ മോശ പിസ്ഗായുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്, ഇന്ന് പലരും പറയുന്നത് പോലെയുള്ള പാലസ്തീൻ നാട്, അത് കണ്ട് മോശ ആശ്വസിച്ചു. അതുപോലെ നമ്മുടെ ദൃഷ്ടി നാം വയ്ക്കേണ്ടത് ഉത്തനാം യെരൂശലേമിലാണ്. ആ കനാൻ നാട്, സ്വർഗീയ കനാൻ, അതിലേക്ക് നോക്കി ആ ഒരു സ്വർഗീയ കനാനിൽ നാം എത്തും. നാം ഇവിടെ നിന്നും പറന്നു പോകും. ഈ മർത്യശരീരം വിട്ട് മഹത്വമുള്ള ശരീരികളായി
നാം പാർക്കുന്ന ആ ലാഖിലേക്ക് നാം പറന്നു പോകേണ്ടവരാണ് എന്നുള്ള സത്യം അത് സഭകൾക്ക് പഠിപ്പിക്കാം. അങ്ങനെ ഒരു ബോധം വിശ്വാസികൾക്ക് കൊടുക്കാം, എല്ലാ വിശ്വാസികൾക്കും കൊടുക്കാം. ഇങ്ങനെ ഒരു ആഹ്വാനവും ഒരു ടീച്ചിങ്ങും കൊടുക്കുവാൻ ഇക്യുമെനിക്കൽ സൺഡേ സഹായിക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ നാം ഈ കാണുന്ന ഭൂമിയിൽ വെച്ച് മാത്രം ചെയ്യേണ്ടതാണ്. നാം ഈ ഭൂമി കടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയോട് നാം സലാം പറയും. കാരണം പ്രാർത്ഥനയുടെ ഉത്തരമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ആ പുതിയ ജെറുസലേമിൽ മുഖാമുഖമായി കാണും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അവനോടുള്ള വാസത്തിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആ ഒരു പ്രത്യാശയുടെ അനുഭവം എക്യുമെനിക്കൽ സൺഡേയിൽ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. എന്താണ് ആശ്വാസം, എന്താണ് പ്രത്യാശ, എന്താണ് സന്തോഷത്തിന് കാരണമായ സംഗതികൾ, അതാണ് എക്യുമെനിക്കൽ സൺഡേയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. ഒരൊറ്റ വ്യക്തിക്കെങ്കിലും നിങ്ങൾ ഈ സത്യവചനം ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയും ആ നിത്യസന്തോഷം അനുഭവിക്കുവാനിടയാകും. May the grace of our Lord Jesus Christ be with you till we meet again. I bless you in Jesus' name. Amen.